എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്താണുള്ളത്. ഇത് വരനും വധുവാണ്. ഇന്ന് ഇവരുടെ വിവാഹമാണ്. ഈ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ടോ, അയാളുടെ പേരാണ് ജനവതി. ഇയാളുടെ ഇത് വരൻ ജനവതിയുടെ ഹസ്ബൻഡാണ്. ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഒരു 1.5 മാസം മുമ്പ് ഞാൻ ശാന്തിഗിരിയിൽ വന്നത് ആദ്യമായിട്ട് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ വിവാഹത്തിനാണ് എത്തുന്നത്. നമ്മുടെ ജനവതിയുടെ അനിയത്തിയാണ് പ്രമിളയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ, അതായത് വിവാഹം നടക്കുന്ന അതിനകത്തെ ആ ഒരു സ്ഥലം കേട്ടോ. എന്ത് രസമാണെന്നറിയാം ഇവിടെ കാണാൻ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. വളരെ നല്ല ശാന്തതയും നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. മഴയുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ആശ്രമത്തിനകത്തൊരു പ്രത്യേക തണുപ്പാണ് കേട്ടോ. നല്ല രസം, നല്ലൊരു അന്തരീക്ഷമാണ്. അതാണ്ട് നമ്മളെ വരനും വധുവും വിവാഹത്തിനായ സമയമായി അവർ ഇറങ്ങി വരുവാണ്. അതിനു മുമ്പ് കുറച്ച് അവിടെ പ്രെയറൊക്കെ നടന്നിരുന്നു. ഇതാണ് ആ ഒരു പ്രെയറൊക്കെ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ അവിടെ നാദസ്വരമൊക്കെ മുഴങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വരനും വധുവൊക്കെ ചേർന്നൊരു താലം അവിടെ ഗുരുവിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ വന്നുകൊണ്ട് എനിക്ക് ഇതെല്ലാം ഈ പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അന്ന് വന്നപ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഞാൻ ആശ്രമത്തിൽ ചെല്ലുന്നത്. പക്ഷേ ഇപ്പോൾ അന്ന് പോയതുകൊണ്ട് ആ ഒരു പരിചയമൊക്കെ ആയി കേട്ടോ. നല്ല രസമുള്ളൊരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളുടെ താലികെട്ട് ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ വളരെ രസമായിരുന്നു. പ്രമീളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാവം ഒരു കുട്ടിയാണ് കേട്ടോ. എൻ്റെ കസിനാണ്. ശരിക്കും പ്രമീള പണ്ട് പറയുമായിരുന്നു, ചേച്ചിയും ഞാനും ഒരേ നാളാണെന്ന്. പക്ഷേ ഈ നാളൊന്നാണെങ്കിലും സ്വഭാവം രണ്ടാണെന്ന് തന്നെ പറയാം കേട്ടോ. എന്നെ പോലെയല്ല, വളരെ നല്ല കുട്ടിയാണ്. തീരെ ദേഷ്യമില്ലാതെ വളരെ മിതമായി മാത്രം സംസാരിക്കുന്നത്, എപ്പോഴും ചിരിച്ച മുഖമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ സംസാരത്തിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രത്യേകത. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തന്നെ അവിടെയാണ്. അത്രയും നല്ലൊരു പാവം കുട്ടിയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. എനിക്ക് പ്രത്യേക ഒരു വാത്സല്യം പണ്ട് മുതലേ. എപ്പോഴും ഇങ്ങനെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത്രയും നല്ല, എനിക്ക് അത്രയും വാത്സല്യമുള്ള കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ പൂവ് കൊണ്ടു തന്നു അവർ. നമ്മളുടെ വധുവിനെയും വരനെയും അനുഗ്രഹിക്കാനുള്ള പൂവാണ്. എൻ്റെ അമ്മ അങ്ങനെ ക്യൂവിൽ നിന്ന് വരൻ്റെയും വധുവിൻ്റെയൊക്കെ അടുത്തെത്തി അവരെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മ തൊട്ട് പുറകെ ഞാൻ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അപ്പുമുണ്ട്, ക്യാമറയുണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ വരൻ കുനിഞ്ഞത്. അപ്പോൾ വരനും വധുവിനും എല്ലാവിധ ആശംസകളും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി എത്താം. ടാറ്റാ.